എല്ലാവർക്കും V4 ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതൊരു സോണിയുടെ DVD ആണ്. ഇത് ഇടുവെട്ടായിട്ടുള്ളൊരു DVD ആണ്. ഇതെങ്ങനെ ശരിയാക്കാമെന്ന് ഇന്ന് നമുക്ക് നോക്കി നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. നമുക്ക് എങ്ങനെ നോക്കി നോക്കാം. ഇതൊന്ന് അഴിച്ചു നോക്കി നോക്കാം. നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. വോൾട്ടേജ് ഒന്നും കാണിക്കണില്ല. അതിനർത്ഥം ഈ SMPS പോയി എന്നാണ്. നമുക്ക് ഈ SMPS ഒന്ന് അഴിച്ചു നോക്കി നോക്കാം. ശരിയാക്കാൻ പറ്റുമോ നോക്കി നോക്കാം. നമ്മൾ ഈ SMPSകൾ അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. കാര്യം ഇതിൻ്റെ ഉള്ളിൽ ഈ കപ്പാസിറ്ററിൽ ചാർജ് നിൽക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ആ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമാണ് SMPSൽ പിടിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. കപ്പാസിറ്ററിൽ ചാർജ് ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. കപ്പാസിറ്ററിൽ ചാർജ് ഒന്നുമില്ല, ഡിസ്ചാർജ് ആയിട്ടുണ്ട്. നമുക്കിതിൽ ഏത് കമ്പോണൻസ് പോയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിൽ ഈ IC പോയിട്ടുണ്ട്. ഇതിൻ്റെ നമ്പറും കറക്റ്റ് കാണാനില്ല. ബാക്കിയൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മളിത് വേറൊരു പവർ സപ്ലൈ കയറ്റിയിട്ട് നമുക്കിത് ശരിയാക്കാം. ഇതിൻ്റെ ഈ ബോർഡിലേക്ക് നമുക്ക് ആവശ്യം ഒരു 24 വോൾട്ടാണ് ആവശ്യം. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു 24 വോൾട്ട് വെച്ചിട്ട് നമുക്കിത് ചെയ്ത് ശരിയാക്കാം. വേണ്ട 24 വോൾട്ടിൻ്റെയാണ് ഇത് പവർ സപ്ലൈ വരുന്നത്. ഒരു ക്ലാസ് D ആംപ്ലിഫയർ വെച്ചിട്ടാണ് ഇതിൻ്റെ ആംപ്ലിഫയർ സ്റ്റേജ് ചെയ്തേക്കണത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ഫോമർ പവർ സപ്ലൈ എടുക്കുകയാണ്. ഇതൊരു 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നോക്കിയാൽ കാണാം. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴത്ത് കൊടുക്കാം. ഈ ട്രാൻസ്ഫോമർ ഒന്ന് ഇതിൽ കണക്ട് ചെയ്ത് നോക്കി നോക്കാം. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കി നോക്കാം. അതിന് വേണ്ടി നമുക്ക് ഈ ലെഗുകളൊക്കെ ഒന്ന് ഇതിൽ വയ്ക്കാൻ പാകത്തിനാക്കിയിട്ട് തീർക്കാം. നമ്മൾ ഈ ട്രാൻസ്ഫോമർ കണ്ടല്ലേ, ഇതിൻ്റെ ലെഗുകളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ചെയ്യാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സ്ക്രൂ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഡ്രിൽ ചെയ്തെടുക്കാം. നമുക്കൊന്ന് മാർക്ക് ചെയ്യാത്. ഇത് ഡ്രിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെങ്കിൽ നമ്മൾ ഈ ഡ്രില്ലിൻ്റെ തിസറുകളൊന്നും ഈ ബോർഡിലേക്ക് ആവാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ചു വേണം ഡ്രിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ പൊടികളൊക്കെ അതിലായി അത് ഷോർട്ടാവും. നമ്മളിത് ട്രാൻസ്ഫോമറൊക്കെ നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സപ്ലൈ വയർ കണക്ട് ചെയ്യാം, സോൾഡർ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ വോൾട്ടേജ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. നമുക്കൊരു 17-18 അടുത്തുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡിലേക്കുള്ള പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈകൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് നെഗറ്റീവ്, ഇതിലൊരു 6 പിന്നുണ്ട്. അതിൽ 3 നെഗറ്റീവ് 3 പോസിറ്റീവാണ്. അത് ഒന്നിടവിട്ടിട്ടാണ് ഇത് കണക്ഷൻ കൊടുത്തേക്കണത്. അപ്പോൾ നമുക്ക് ഒരു നെഗറ്റീവിലേക്കും ഒരു പോസിറ്റീവിലേക്കും കൂടിയിട്ട് ഈ സപ്ലൈ കൊടുക്കാം നമുക്ക്. ഇപ്പം നമ്മൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ DVD ഓണായിട്ടുണ്ട്. നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്തിട്ടില്ല, സ്പീക്കർ ഒന്ന് കണക്ട് ചെയ്യാം. സ്പീക്കറിൽ കണക്ട് ചെയ്തു. FM-ൻ്റെ സൗണ്ട് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് മോഡുകളൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ DVD അങ്ങനെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ട്രാൻസ്ഫോമർ പവർ സപ്ലൈ കയറ്റിയിട്ട് ഇതങ്ങനെ ശരിയാക്കി എടുക്കാം. കണ്ട ഈ SMPS മാറ്റിയിട്ട് നമ്മൾ ഈ ട്രാൻസ്ഫോമർ വെച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.